വെൽക്കം ടു മമ്മാസ് കിച്ചൻ. കേരളത്തിന്റെ പരമ്പരാഗതമായ, അതായത് ഓണം, വിഷു ഒക്കെ പോലെയുള്ള പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന ഒരു ഫെസ്റ്റിവലാണ് തിരുവാതിര, അല്ലേ? അതെ. ധനുമാസത്തിലെ തിരുവാതിര നാളില്, അതായത് പ്രധാനമായും നമ്മുടെ ഡിസംബർ, ജാനുവരി മാസങ്ങളിലെ തിരുവാതിര നാളിലാണ് നമ്മൾ ഈ തിരുവാതിര എന്ന ഒരു ഫെസ്റ്റിവൽ ആചരിച്ചു വരുന്നത്. പ്രധാനമായും ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ, അതായത് വിവാഹം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ നല്ല ഭർത്താക്കന്മാരെ കിട്ടുന്നതിന് വേണ്ടി തിരുവാതിര നാളിൽ അരിയാഹാരം വർജിച്ച് നൊയമ്പ് നോൽക്കുകയും, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടി തിരുവാതിര നാളിൽ നൊയമ്പ് നോറ്റ്, അതായത് അരിയാഹാരം വർജിച്ച് നൊയമ്പ് നോറ്റ് തിരുവാതിര ആചരിച്ചു വരുന്നു. വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ ആദ്യത്തെ തിരുവാതിരയ്ക്ക് പൂത്തിരുവാതിര എന്നും പറയപ്പെടുന്നു. ഇതെല്ലാം കേട്ടറിവുകൾ മാത്രമാണ് കേട്ടോ. നമ്മുടെ മുത്തശ്ശിമാരും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞു തന്ന അറിവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് അറിയില്ല, പക്ഷേ ഇതെല്ലാം കേട്ടറിവുകളാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ചില അറിവുകൾ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തിരുവാതിര നാളിൽ സ്ത്രീകളൊക്കെ കുളിച്ച് ശുദ്ധിയോടുകൂടി വന്ന് മുണ്ടും നേരിയതൊക്കെ ധരിച്ച് തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് തിരുവാതിര പാട്ടോടുകൂടി തിരുവാതിര കളി നടത്തുന്നു. തിരുവാതിര കളി ഇന്നും നമുക്ക് കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആയിട്ട് ഇന്നും നടന്നു വരുന്നുണ്ട്, അല്ലേ? നടക്കണുണ്ട്. നമ്മൾ തിരുവാതിര നാളിൽ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ആഹാരമാണ് തിരുവാതിര പുഴുക്കും പിന്നെ കൂവപ്പായസവും. അതെ. അതിൽ നമ്മളിവിടെ തിരുവാതിര പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം സാധാരണയായിട്ട് എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും ചേർത്താണ് ഇത് ഉണ്ടാക്കാറുള്ളത്. നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് നമുക്കങ്ങനെ തോന്നി ഉണ്ടാക്കുന്നത് കൊണ്ട് കേവലം ഒരു 4 തരം കിഴങ്ങൈറ്റം ഞങ്ങൾ ചേർക്കുന്നുണ്ട്. ആ കൂടെ വൻപയർ വേവിച്ചതും ചേർത്താണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. ഈ വൻപയറിന് പകരം കടല വേവിച്ചും പുഴുങ്ങിയെടുത്തും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അതിലേതെങ്കിലും ഒരു ഐറ്റം. ഞങ്ങളിപ്പോൾ 4 തരം കിഴങ്ങും ഈ വൻപയറും കൂടെ ചേർത്താണ് തിരുവാതിര പുഴുക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് കിച്ചണിലേക്ക് പോയി പുഴുക്കുണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങിക്കളയാം. എന്നിട്ട് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട്, ഞങ്ങളുടെ ഈ പുഴുക്ക് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേരാം. ഞങ്ങൾ ഒരു ഓർമ്മയിൽ ഒരു തിരുവാതിര പുഴുക്കൻ തന്നെ പറഞ്ഞു കളയാം. അങ്ങനെയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരുവാതിരയെ കുറിച്ചിട്ടുള്ള ഇനിയും നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് അറിവുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുഴുക്കുണ്ടാക്കാൻ പോവാം. നമ്മളൊരു പുഴുക്കുണ്ടാക്കാൻ പോവാണ്. പുഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒന്നും അല്ല കേട്ടോ. നമ്മുടെ തിരുവാതിര പുഴുക്ക് നമ്മുടെ ഓർമ്മയിലുള്ള ഒരു തിരുവാതിര പുഴുക്ക്. അതായത് അതിനായിട്ട് നമുക്ക് 4-5 ഐറ്റം മൊത്തം കേട്ടോ. അതിന് കപ്പ, സാധാരണ കപ്പ 2 കപ്പ തൊലി കളഞ്ഞ കൊത്തിയരിഞ്ഞേ. ഇത് കപ്പ കണ്ടോ? ഇതിനോട് ചേർന്ന് നമ്മ വെച്ചേക്കണ ചേമ്പാട്ടോ. 2 ചേമ്പ്. നമ്മുടെ ചേമ്പാട്ടോ, അത് പറമ്പില പറിച്ചതാ. 2 ചേമ്പ് ക്ലീൻ ചെയ്ത് ഒരുക്കിയെടുത്തതാ. പിന്നെ നമുക്ക് 1 കഷ്ണം ചേന. പിന്നെ പതിവ് നമുക്ക് സ്വല്പം വേപ്പില ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു 8-10 മുഴുത്ത കൂർക്ക ഒരുക്കിയെടുത്തതാ. കിഴങ്ങുകളെല്ലാം ചേർക്കാം. നമ്മുടെ ഇത്ര 4 ഐറ്റം കിഴങ്ങേ ഉള്ളിപ്പ കൂർക്ക. പിന്നെ നമ്മൾ വൻപയർ വേവിച്ചത്, കടലയോ വൻപയറോ ഏതെങ്കിലും വേവിച്ച് ചേർക്കാം. ഇത് വൻപയറാണ് നമ്മൾ ചേർക്കണേന്ന്. വൻപയർ കുഴഞ്ഞു വേവരുത്. ഒരു 4 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടേച്ച് ഇത് മാറ്റി വേവ് പാകമായി കഴിഞ്ഞപ്പോൾ ഊറ്റിയെടുത്തത് അതിൻ്റെ വെള്ളം.
ഊറ്റി പയർ മാറ്റിയെടുത്തേക്കണതാ. ഇത് കുതിർത്തിയിട്ടാണോ വേവിക്കണേ? ഇത് കുതിർത്തിയിട്ടാണ് സാധാരണ വേവിക്കാറ്. പക്ഷെ ഇന്ന് പെട്ടെന്ന് നമ്മുടെ തീരുമാനമായതുകൊണ്ട് അമ്മ പെട്ടെന്ന് അല്ലാതെ തന്നെ കഴുകി വാരി അടുപ്പത്ത് വെച്ച് ഗ്യാസിൽ വെച്ച് വേവിച്ചതാ കുക്കറിൽ. അപ്പൊ ഒരു കാര്യമുണ്ട്, കുക്കറിൽ ഇത് വേവിക്കാനിട്ട് വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ട്. ആ വെള്ളത്തിലേക്കാണ് ഈ കിഴങ്ങുകൾ വേവിക്കണം. ഇനി ആ കിഴങ്ങ് വേവിച്ച് കഴിഞ്ഞിട്ട് മാത്രം ഈ വൻപയർ മാറ്റി വെക്കുക, അത് ചേർത്താൽ മതി. ഇത് വേവിച്ച് വെച്ചേക്കുമല്ലേ ഓൾറെഡി. ഇത്രയും സാധനം ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ആ കുക്കറിലേക്ക് മാറ്റാം നമുക്ക്. നമ്മൾ ഓരോന്നെ കുക്കറിലേക്ക് ഇടുക. കുക്കറിൽ ഇപ്പൊ എന്താ ഉള്ളത്? കുക്കറിൽ പയറ് വേവിച്ച് വെള്ളം കാണാമോ? എന്തോരം വെള്ളം ഉണ്ടായിരുന്നു? അത് പയറ് വേവിച്ച് ഇച്ചിരി അധികം വെള്ളത്തിലാ പയറ് വേവിച്ച്. ഇത് കുഴഞ്ഞു പയറ് പോകരുതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഈ വെള്ളത്തിൽ തന്നെ വേവാനുള്ളതേ ഉള്ളൂ ഈ ഐറ്റംസ്. അത് ശരി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റം ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. വെള്ളം ഒഴിച്ചാൽ മതി. ഇതേ ആദ്യം കൂർക്കാട്ടോ. കൂർക്ക, പിന്നെ കപ്പ, ചേന. ചേമ്പിന് വേവ് കുറവാ, പക്ഷെ അതും കൂടെ അങ്ങ് ഇട്ടേക്കാം. ഇനി പല ട്രിപ്പ് ഊരുണ്ടല്ലോ. ഇനി ദേ കപ്പ, ചേന കണ്ട രണ്ടും. ഇനി ദേ ചേമ്പ് മീത ആ കൂടെ വേപ്പിലേയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അകത്തേക്ക്. ഈ വെള്ളം മതി. ഇനി നമുക്ക് പ്രധാന ഇൻഗ്രീഡിയന്റ് ആയി ഉപ്പ് ചേർക്കണ്ടേ? ഇച്ചിരി ഉപ്പ് ചേർക്കട്ടെ കേട്ടോ. ഉപ്പ് ചേർത്തേച്ച് നമ്മൾ അടച്ചു വെച്ച് ഒരു 3 വിസിൽ അടിച്ചേച്ച് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. അതങ്ങണ്ടാവും ഏതാണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചാലോ? അടയ്ക്കും കേട്ടോ. ഒരു സംഗതി ഒന്ന് മറന്നുപോയി, സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. അതിടട്ടെ, ഇവിടുന്നിട്ടോളാം. കാര്യം തേങ്ങ ഒതുക്കുമ്പോൾ മഞ്ഞൾ ചേർത്താൽ ഇച്ചിരി മഞ്ഞൾ നിൽക്കണേ കിഴങ്ങ് വേവിക്കുമ്പോൾ. ഞാൻ പറയാം ദേ ഇതൊന്ന് ചുറ്റിച്ചോട്ടെ കേട്ടോ. മിക്സ് ആവാനാകും, കയ്യിലെടുത്തില്ല. അതാ ഇനി നമ്മൾ ഫുൾ ഫ്ലെയിമിൽ കിടന്ന് ഇത് വേവും വിസിലടിക്കുകയും ഒക്കെ ചെയ്യണം. എല്ലാം ഫുൾ ഫ്ലെയിമിൽ. വിസിൽ വെക്കാറാകുമ്പോൾ ഇത് വെക്കാറാകുമ്പോൾ വെയിറ്റ് വെക്കുക. ഒരു 3 വിസിലടിക്കുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം പോയി കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ വെയിറ്റ് മാറ്റി നോക്കാം. അതിലിരുന്ന് വേവേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഇതിലിരുന്ന് വെന്തോട്ടെ. ഇനിയിപ്പൊ വെയിറ്റ് ഇടാറാകുമ്പോ ഇടാട്ടോ. ശരി. നമുക്ക് വെയിറ്റ് ഇടാറായി. കണ്ടോ? കണ്ടു ഇടുവാട്ടോ. അത് നല്ല ഭംഗിയായിട്ട് വന്നു. ഇനി ഒരു 3 അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ 3 അടിച്ചോട്ടെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ വെള്ളവും വറ്റാനുണ്ട്, വേവോ ഇതുപോലെയുണ്ട്. ഇറച്ചി പോലെ ഇങ്ങനെ വെള്ളം വറ്റിപ്പോകുന്നവർക്ക് പേടിക്കണ്ട, വെള്ളം വറ്റുന്നതോടുകൂടി വെന്തോളും. അതുകൊണ്ടാണ്. തിരുവാതിര ഈ പുഴുക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. അല്ലേ, എനിക്ക് ഇഷ്ടമായത് പുഴുക്ക് നല്ലതാ. എല്ലാ ഐറ്റവും കൂടെ കൂടിയൊരു പുഴുക്ക. ഇനി നമ്മുടെ കുക്കറ് അമ്മ വെയിറ്റിങ് ഊരി നോക്കാം. ഇപ്പൊ വെന്തോന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെയിറ്റൊക്കെ മാറ്റി ഏറൊക്കെ പോയി നല്ല നീറ്റായിതേ. തുറക്കുവാട്ടോ. നല്ല എല്ലാം വെന്തേന്റെ നല്ല മണം. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? ഇതിന്റെ പയർ അവസാനം ഇടാം. പയർ വെന്തല്ലേ ഇതിന്റെ അതെ വെള്ളം ഇച്ചിരി വെള്ളം ഉണ്ട് കേട്ടോ. അതെ ചിരിക്കുമ്പോ കാണാൻ പറ്റില്ല. ഇച്ചിരി ഉള്ളതേ അടിയില്. അത് എന്തിനാന്ന് പറയുമ്പോ നമുക്ക് ഇച്ചിരി വെള്ളം വേണം അതിൽ. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അരപ്പ് അതിലേക്ക് ചേർക്കണം. തേങ്ങ അരപ്പിൽ എന്നാക്കി ചേർത്തേന്ന് പറയാട്ടോ. ഞാൻ വെള്ളത്തിലേക്ക് കാണാമോ? വെള്ളത്തിന്റെ ആ വെള്ളത്തിലേക്ക് ഇച്ചിരി ഉള്ളു. ഇതാണ് വെള്ളം. ചിലര് തേങ്ങ ഒതുക്കൂല, ചുമ്മാ ചിരണ്ടിയെ ചേർക്കുള്ളൂ. ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയതാ. തേങ്ങ 1 മുറി തേങ്ങ എടുത്ത് അത് അവനവന്റെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഞാൻ 1 മുറി തേങ്ങ, സ്വല്പം ചുമന്നുള്ളി, 1 തരി ജീരകം, പിന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടി, അതെല്ലാം ചേർത്ത് മിക്സിയിൽ ഒന്ന് ഒതുക്കി. വെള്ളം ചേർക്കുവോ? ഒതുക്കാനൊരു സ്വല്പം വെള്ളം ചേർക്കണമല്ലോ. ഇത് നടുക്കെട്ട് ചേർക്കുക. ചേർത്ത് നമുക്കിത് ഇളക്കി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യണം. അപ്പൊ ഓഫ് ചെയ്തിട്ടേക്കുമല്ലേ നമ്മളെ പയറിങ്ങനെ ചേർത്തേച്ച് അരപ്പൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ അരപ്പ് അകത്തേക്ക് ആക്കി ഇത് മൂടി പൊത്തും. എന്നിട്ട് അതിൽ കിടക്കണ വെള്ളത്തിൽ അരപ്പ് വേവണം. അങ്ങനെയാ കപ്പ കുഴക്കുമ്പോഴേക്ക് അങ്ങനെയാ. എന്നിട്ട് നമുക്ക് ഉടച്ചെടുത്താൽ മതി. ഇനി മീതായിട്ട് വെറുതെ വെന്ത പയറങ്ങ ചേർത്താക്കാം. ലാസ്റ്റ് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യണം. വെയിറ്റ് ഇടണം. ഗ്യാസ് ചുമ്മാ തുറന്നു വെച്ച് ഓൺ ചെയ്ത് ഉടച്ചാൽ മതി. അത് വേവിച്ചാൽ മതി. പയർ 1 മിനിറ്റ് ഫോക്കസ് ചെയ്തിട്ട് കാണാമോ?
കാണാം. ചേർത്തോട്ടെ? ചേർത്തോ. ചുമ്മാ അങ്ങ് ചേർത്താൽ മതി, വെന്തിരിക്കണല്ലേ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കിയില്ല, നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് നോക്കിക്കളയാം അല്ലേ? നോക്കിക്കളയാം. പാകായിരിക്കും എന്നുള്ള ഇതിലാണ്. എന്നിട്ട് നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഓൺ ചെയ്യും. ഇളക്കിയാ മതി അല്ലേ? ഉടയ്ക്കണോ അത്? അത് നമുക്ക് നോക്കാൻ എങ്ങനെയാണ്. ചില ചേനയൊക്കെ ചിലപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടി വരും. അത് അവനവൻ്റെ ഇതുപോലെ ചെയ്താൽ മതി. അത്രയ്ക്ക് ഇതൊന്നും ആവണമെന്നില്ല. ഇച്ചിരി ഒന്ന് കുഴഞ്ഞു വന്നോന്ന് മാത്രം. തീരെ വിട്ട് കിടക്കുകയും ചെയ്യും. ഇങ്ങനെ എന്നിട്ട് ഫുൾ ഫ്ലെയിമിലാട്ടോ. അതൊന്നും അരപ്പൊന്ന് ശരിയായിക്കോട്ടെ, പച്ചപ്പ് മാറാം. അത് കഴിഞ്ഞ് നമുക്ക് വാങ്ങാം. ഇത്രയേ ഉള്ളൂ. ഇത് അരപ്പൊന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വേപ്പില, ഓർഡിനറി വേപ്പിലയും ചേർക്കണം. പിന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കണം. പച്ച വെളിച്ചെണ്ണയാണ് ഇതിന്റെ ടേസ്റ്റ്. വേപ്പില എത്ര ചേർത്താലും അത്രയും നല്ലതാണെന്നാണ് എല്ലാവരും പറയണത് ഇതിനെപ്പറ്റി. ഐഡിയ നന്നായിട്ട് അറിയാവുന്നവര്. നമ്മളങ്ങനെ അധികം ഉണ്ടാക്കൽ ഇതില്ലല്ലോ. ആകെ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വരാറുള്ളൂ. അതെ. ഉണ്ട് എല്ലാം മിക്സ് ആയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ഇത് ചെയ്യണം. ഉപ്പുണ്ടോ നോക്കിക്കേ. ഉപ്പുണ്ടോ? അത് ശരിക്കും പാകായി പോയില്ലേ? കൂടുതലും ഇല്ല, കുറവില്ല. കൂടിയാലും തെറ്റ്, കുറഞ്ഞാലും തെറ്റ്. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചേർക്കാം അല്ലേ? കൂടിപ്പോയ ആകെ പ്രശ്നയാണ്. പിന്നെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കുറച്ച് വേപ്പില അങ്ങ് ഇടുക. ഇട്ടു. അത് പിന്നെ അങ്ങനെയൊന്നും നോക്കാനില്ല. വേപ്പില സമ്പുഷ്ടിയായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ വിഷമയമില്ലാത്ത വേപ്പില. ഇനി നമുക്ക് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അതിനളവില്ല അല്ലേ? അതിനളവില്ല. ഞാൻ അധികം ഒഴിക്കൂല. എനിക്ക് പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത്രയ്ക്ക് താല്പര്യമില്ല. അതുകൊണ്ട്. പക്ഷെ ഇതിന് കുറച്ച് ഒഴിക്കണമെന്നാ പറയണേ. എന്നാലാണ് ഇതിൻ്റെതായ ടേസ്റ്റ്. കടുക് വറക്കൂല ഇതിന്. ഇത് മതി. ഒത്തിരി ഒഴിച്ചാൽ വേണ്ട. കടുക് വറക്കലില്ലല്ലോ. ഇനി നമുക്കൊന്ന് ഇളക്കാട്ടോ. അതെ, ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്തോ വേണമെങ്കിൽ എടുത്താ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കളയാം അല്ലേ? കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇത് എന്നാമനെ പുഴുക്ക് റെഡിയായി. ചേച്ചി കാണിക്കാം. നമ്മളെ പാത്രത്തിലേക്ക് നല്ല രസമില്ലേ? നല്ല രസമുണ്ട്. എനിക്കിന്ന് വൈകിട്ട് ചോറ് വേണ്ട, പുഴുക്ക് മതി. നമുക്കേ ചിരട്ടക്കയിൽ എടുത്തോണ്ട് വന്ന് കോരാം. അതല്ലേ നല്ലതാണ്. ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തു. എന്നാന്ന് വെച്ചാൽ അധികം അതിലെ വെള്ളം വറ്റുകയും ചെയ്യണം, അരപ്പ് വേവുകയും ചെയ്യണം. അരപ്പ് മീൻസ് ഒതുക്കിയത് തേങ്ങ. അത്രേ ഉള്ളൂ. അന്നേരം നമ്മൾ സിമ്മിലിട്ടാ മതി അല്ലേ? അന്നേരം സിമ്മിലേ ഇടാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളം അങ്ങ് വേഗം വറ്റി പോവില്ലേ. വേവിക്കുന്നത് മുഴുവൻ ഫുൾ ഫ്ലെയിമിൽ കേട്ടോ. ഇനി അമ്മ ചട്ടിയിലേക്ക് കോരുക. കൊച്ചു ചട്ടിയില. ട്രഡീഷണൽ പോട്ട്. മമ്മയുടെ പുതിയതാണല്ലോ. പുതിയതാ. നമ്മളെ എന്നാള് റോഡ് വഴി വണ്ടിക്ക് പോയപ്പോ കണ്ട് അവിടെ അപ്പൊ വണ്ടി നിർത്തിച്ച് ഞാൻ മേടിച്ചതാ. സൂപ്പറാ. തിരുവാതിര പുഴുക്കല്ലേ? ഇത്രയും വെച്ചാ മതിയോ? മതി. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നില്ല. കാരണം നമ്മുടെ നാടൻ റെസിപ്പീസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അവിടെ പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓരോ തവണ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണണ്ടേ? അതിനു മുമ്പ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ID കൂടി ഉണ്ട്. mummas.kitchen65 എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. അവിടെ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ.